ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കേക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കിനെ പറ്റിയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ആർക്കും പറ്റാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം കേട്ടോ, എന്താണ് മിസ്റ്റേക്ക് പറ്റിയതെന്ന്. അപ്പോൾ ഞാനൊരു kg ചോക്ലേറ്റ് പിസ്ത കേക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എന്നിട്ടൊരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തു. എന്നിട്ട് അതൊരു തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്, അതായത് അതിലുള്ള ഒരു ഐസിൻ്റെ ഒക്കെ അത് ഒന്ന് തണുപ്പ് പോകാൻ വേണ്ടി വെക്കുക. അപ്പോൾ അതൊരു ലിക്വിഡ് ആയിട്ട് കിട്ടും. എന്നിട്ട് ആ ലിക്വിഡ് വേണം ബീറ്റ് ചെയ്യാൻ, വിപ്പിംഗ് ക്രീം ലിക്വിഡ് വേണം ബീറ്റ് ചെയ്യാനും. എന്നിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പം അത്യാവശ്യം ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് ഞാൻ പിസ്തേൻ്റെ എസൻസാണ് പാരുന്നത്, ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിലേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നല്ലേ കളറ് പാരുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും മതി. എന്നിട്ട് നല്ലോണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്യാം. അതായത് പാത്രം ഒന്ന് കമിഴ്ത്തി നോക്കുമ്പോൾ അത് വിട്ട് വരാത്ത രീതിയിൽ ബീറ്റ് ചെയ്യണം. ഇതുപോലെ ആയിട്ട് ഐസിങ് ചെയ്യണ വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഞാനിതിൽ ബോർഡ് വെക്കാൻ മറന്നുപോയി. ഈ ഐസിങ് ഒക്കെ ചെയ്ത് എല്ലേതും ഫിനിഷായ ശേഷമാണ് പിന്നെ എനിക്ക് ഓർമ്മ വന്നത് കേക്കിൻ്റെ ബോർഡ് വെച്ചില്ലാന്ന്. പക്ഷെ അത് വീട്ടിലേക്ക് ചെയ്ത കാരണത്താലായതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ ഭയങ്കര മിസ്റ്റേക്കാവും. പിന്നെ ഈ ഇതിമെന്ന് എടുത്ത് പിന്നെ നമ്മൾ ബോർഡ് വെക്കുമ്പോഴത്തേന് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങും. അപ്പം പിന്നെ കേക്കിൻ്റെ നമ്മൾ ഫിനിഷ് ആക്കിയതൊക്കെ ഒന്ന് തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു മിസ്റ്റേക്ക് ഒരിക്കലും ആർക്കും പറ്റരുത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതുപോലൊരു വീഡിയോ വിട്ടത്. പിന്നെ ഓരോ ലെയറാക്കിയാണ്ട് ഇങ്ങനെ നമ്മൾ വെക്കായിരുന്നു. ഓരോ ലെയർ വെച്ചിട്ട് വിപ്പിംഗ് ക്രീം തേക്കും. പിന്നെ ആദ്യം തന്നെ ഞാൻ ഷുഗർ സിറപ്പിൻ്റെ പകരമായിട്ട് ഞാൻ കുറച്ച് പാലും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും കുറച്ച് ആഡ് ചെയ്തിട്ടാട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പിസ്തൻ്റെ എസൻസ് കൂടി ഞാൻ പാർന്നിക്കണ്. അപ്പോൾ അതാണ് ഞാൻ ഷുഗർ സിറപ്പിൻ്റെ പകരമായിട്ട് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ ലെയറായിട്ട് വെച്ചാൽ, അപ്പോൾ ഞാൻ ഓരോ ലെയറും ആവശ്യത്തിന് വിപ്പിംഗ് ക്രീമേ വെച്ചിട്ടുള്ളൂ. ഓവറായിട്ട് ഞാൻ വെച്ചിട്ടില്ല, കുറച്ച് ഞാൻ വെച്ചിട്ടുള്ളൂ ഓരോ ലെയറായിട്ടും. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്രീമായിട്ടാണ് ഫിനിഷ് ചെയ്യണത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഐസിങ് ചെയ്യുമ്പം ആദ്യം ലാസ്റ്റ് ഒന്ന് ലെയർ ചെയ്തിട്ടും ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കിയാണ്ട് ഫസ്റ്റ് കോട്ടാക്കി ചെയ്താണ്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂർ വെച്ച ശേഷമാണ് രണ്ടാമത്തെ കോട്ടായിട്ട് നമ്മൾ മേലെ ഫിനിഷ് ആക്കലും. അങ്ങനെ ഈ സ്പോഞ്ചുമത്തെ പൊടികളൊന്നും ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ആകൂല, കറക്റ്റ് ഫിനിഷിൽ കിട്ടും. പക്ഷേ എനിക്കതിന് നേരം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ടൈമിൽ തന്നെയാണ് ഞാൻ രണ്ടും കൂടി ഒപ്പം. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഒരു കോട്ട് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെയാണ് രണ്ടാമത്തെ കോട്ട് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പൊടികളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ക്രീമിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച ശേഷം രണ്ടാമത്തെ കോട്ട് കൂടിയും ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഒരിക്കലും ആർക്കും പറ്റരുത്. അതിന് വേണ്ടിയിട്ടോ ഞാൻ പിന്നെയും പറയുന്നത്. പിന്നെ ഡെക്കറേഷൻ ചെയ്യുകയാണ്. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം കുറച്ച് ഫ്ലവറിന് വേണ്ടി എടുത്ത് വെക്കണം ഡെക്കറേഷൻ ചെയ്യാൻ. പക്ഷേ ഞാനത് എടുത്ത് വെച്ചില്ല. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേനും വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് മെൽറ്റായി. അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരിക്കലും ആർക്കും പറ്റരുത്. ആദ്യം തന്നെ ബീറ്റ് ചെയ്തിട്ട് തന്നെ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വിപ്പിംഗ് ക്രീം എടുത്ത് വെക്കുക. അതായത് ഇതുപോലെ ലൂസായതുകൊണ്ടാണ് ഇതുപോലെ ഡെക്കറേഷൻ ഒരു കറക്റ്റിൽ കിട്ടാത്തത്, നോസിൽ വർക്ക്. അപ്പോൾ എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.